തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ച യോഗത്തിന് മുന്നോടിയായി പെസോ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുന്നു. സ്വരാജ് റൗണ്ടിൽ നിന്നും 60 മീറ്റർ അകലിൽ നിന്നും വെടിക്കെട്ട് കാണുവാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരോടൊപ്പമാണ് പരിശോധന. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം തൃശൂർ കളക്ടറേറ്റിൽ നാളെ രാവിലെ 10 മണിക്ക് ചേരും. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, നാളെ രാവിലെ 10 മണിക്കാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിന് മുന്നോടിയായി തന്നെയാണോ സംഘം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്? പരിശോധന പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിലാണ് നടത്തിയത്. പരിശോധന അവസാനിച്ചിരിക്കുന്നു. ഇതിൽ നാളെ നടക്കുന്ന യോഗത്തിന് മുന്നോടിയായാണ് പെസോ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തിയതും സന്ദർശനം നടത്തിയതും. പിന്നീട് ജില്ലാ കളക്ടറുമായും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുമായും ഇക്കാര്യം വിലയിരുത്തി. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ച യോഗം അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ തവണത്തെ പൂരത്തിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. നിരവധി പേർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. ഹിന്ദു ഐക്യവേദി അടക്കം ഈ പ്രതിഷേധവുമായി മുൻപിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആചാരത്തെയും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഭംഗം വരുത്തുന്ന രീതിയിലായിരുന്നു പോലീസിന്റെയൊക്കെ അനാവശ്യ ഇടപെടൽ. ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ പ്രാരംഭഘട്ടം എന്നുള്ള രീതിയിലാണ് ആദ്യം ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിലാണ് സംസ്ഥാനത്തെ 2 മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം പെസോ ഉദ്യോഗസ്ഥരും കളക്ടറും അതോടൊപ്പം തന്നെ കമ്മീഷണറും അടക്കം പങ്കെടുക്കുന്ന യോഗമാണ്. ഇതിൽ ഇരു ദേവസ്വങ്ങളുടെയും ഭാരവാഹികളും പങ്കെടുക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടാണ് കൂടുതലും ചർച്ചയാകുന്നത്. കാരണം വെടിക്കെട്ട് നടത്തുമ്പോൾ നിലവിൽ ഈ ഫയർ ലൈനിൽ നിന്നും 100 മീറ്റർ അകലമാണ് പാലിക്കുന്നത്. എന്നാൽ ഇത് 60 മീറ്റർ ആക്കി ചുരുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത്. നാളെയും പെസോ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 60 മീറ്ററിലേക്ക് ചുരുക്കുമ്പോൾ എവിടെ നിന്നായാലും വെടിക്കെട്ട് കാണുവാനുള്ള ഒരു സൗകര്യമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പൂരം നടത്തുക, അതിലെ ആചാരങ്ങളും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അതിൻ്റെതായ പൊലിമയോടുകൂടി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആദ്യ യോഗം വിളിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു യോഗത്തിൽ കേന്ദ്രമന്ത്രി നേരിട്ടാണ് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുവാൻ വേണ്ടി ഈ ഓരോ ദേവസ്വം ഭാരവാഹികളെയും ക്ഷണിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് പൂരത്തിന്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കാരണം നേരത്തെ തന്നെ അവർ സൂചിപ്പിച്ചിരുന്നു, ഇത്തരത്തിൽ പൂരത്തിന്റെ നടത്തിപ്പ് അത് കൃത്യമായും ഈ ആചാര പെരുമയോടുകൂടി തന്നെ നടത്തുക എന്നുള്ളത് ഈ ദേവസ്വങ്ങളാണ് അതിന്റെ നടത്തിപ്പിൽ മുൻപിൽ നിൽക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ച യോഗത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഇരു ദേവസ്വങ്ങൾക്കുമുള്ളത്. KP മനോജ് പറഞ്ഞതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ ദേവസ്വം ബോർഡ് അധികൃതരുമായി ഒക്കെ സംസാരിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാഹ്യശക്തികൾ ഇതിൻ്റെ ആചാരപ്പെരുമയും വിശ്വാസ പ്രമാണങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള വിമർശനങ്ങളടക്കം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പൂരത്തിലടക്കം നമ്മളത് കണ്ടതുമാണ്. ഇതൊക്കെയും കൃത്യമായി പരിഹരിക്കാൻ തന്നെയാണ് ഈ മാസങ്ങൾക്ക് മുമ്പേ കൃത്യമായ ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ഈ യോഗങ്ങളും പരിശോധനയും ഒക്കെയും, അല്ലേ? തീർച്ചയായും കഴിഞ്ഞ പൂരം നടന്ന സമയം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തും കേന്ദ്രമന്ത്രി അല്ലാതായിരുന്ന സമയത്ത് പോലും സുരേഷ് ഗോപി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എങ്ങനെയാണോ പൂരത്തിന്റെ അതിന്റെ തനിമയോടുകൂടി നടത്താൻ സാധിക്കുക, അതിന്റെ സാധ്യതകളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ ഈ മറ്റ് ദേവസ്വം ഭാരവാഹികളൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭക്തജനങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനം, അതായത് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു, ഈ ദേവസ്വം ഭാരവാഹികളൊക്കെ വ്യക്തമാക്കിയിരുന്നു, ബാഹ്യശക്തികളുടെ ഇടപെടൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഭക്തജനങ്ങളെ അടക്കം അവിടെ നിന്ന് ആട്ടിപ്പായിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സ്വരാജ് റൗണ്ടിലേക്ക് ആരെയും കടത്തിവിടാത്ത രീതിയിൽ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മഠത്തിൽ വരവ് ചടങ്ങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പോലും ഇങ്ങനെയുള്ള ഇടപെടലുണ്ടാക്കി അത് പകുതി വഴിയിൽ നിർത്തേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യവും ഇനി ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹമാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുവാൻ, അതുപോലെ ഈ ജനങ്ങൾക്കൊക്കെ തന്നെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഈ പൂരത്തിന്റെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിരിക്കും ഈ യോഗത്തിൽ സ്വീകരിക്കുക. എന്തായാലും പെട്രോളിയം വകുപ്പ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ തലങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ്. നിയന്ത്രണങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നടത്തുക എന്നുള്ള കാര്യം തന്നെയാണ്
അതിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും ഇത്തരം നടപടികളിലേക്ക് കടക്കുക. അതിനുവേണ്ടിയിട്ടുള്ള പരിശോധനയാണ് പെസോ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് നടത്തുന്നത്. ഈ ആദ്യഘട്ടത്തിലെ പരിശോധന അത് പെസോയുടെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അതോടൊപ്പം ജില്ലാ കളക്ടർ മനോജാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.